രണ്ടെണ്ണം ഭർത്താവിനോ ഭാര്യയ്ക്കൊക്കെ കൊടുക്കാന്നുള്ളൊരു ചിന്ത കാണും. എന്നാൽ പിന്നെ കാലിൽ നിന്നല്ലേ, എന്നാൽ പിന്നെ രണ്ടെണ്ണമൊക്കെ കൊടുത്ത് എവിടെയെങ്കിലും ഒതുക്കിയിടാം എന്ന ചിന്ത കാണും. തല കൊണ്ടാണല്ലോ. അതുകൊണ്ട് സംസാരത്തിലും ചിന്തകളിലുമൊക്കെ കൂടെയുള്ള പങ്കാളിയെ മാറ്റി നിർത്താമെന്നുള്ള ചിന്തയൊക്കെ. പക്ഷേ ദൈവം വളരെ മനഃപൂർവ്വം തന്നെ എടുത്തു സൂക്ഷിച്ച് നൽകി അവന് ഹൃദയത്തിന്റെ സംരക്ഷണം നൽകുക. അതുകൊണ്ട് ഒരാൾക്ക് ഭാര്യയിൽ നഷ്ടപ്പെട്ടപ്പോൾ അടുത്ത ഒരാൾക്ക് ലഭിക്കുകയും അതുകൊണ്ട് പരസ്പരം കൂട്ടുത്തരവാദിത്വമാണ് നിങ്ങൾക്ക് രണ്ടുപേർക്കും. അതിനാൽ കുടുംബത്തിന്റെ ഒരു ഹോമിന്റെ പ്രത്യേകതകളിലേക്ക് കടന്നു വരുമ്പോൾ ഒന്നാമത്തെ ചിന്തയിൽ നിങ്ങൾ ഉയർത്തേണ്ടതും വിധേയത്വവും സംരക്ഷണവും. രണ്ടാമത് തിരുസഭ. നമുക്കറിയാം, ഈ ദേവാലയത്തിൽ വെച്ച് വിവാഹം എന്ന കൂദാശയിലേക്ക് നിങ്ങൾ കടന്നു വന്നിരിക്കുന്നത്. ഈ കൂദാശയുടെ പ്രത്യേകത ഇതൊരു രഹസ്യമാകുന്നു എന്നതാണ്. ഒരു രസകരമായ കാഴ്ചയായി ഈ വിവാഹത്തിന് ശേഷം പുറത്തേക്ക് ഇറങ്ങുമ്പോൾ ആഘോഷങ്ങളിൽ പങ്കുചേരുമ്പോൾ നിങ്ങൾക്കത് തോന്നുമായിരിക്കാം. ഇതിനു ശേഷമുള്ള ബന്ധുമിത്രാദികളൊക്കെ വിവാഹ വിരുന്നൊക്കെ വിളിച്ച് നിങ്ങളെ ക്ഷണിക്കും, നല്ല ഭക്ഷണങ്ങളൊക്കെ തരും, അവരുടെ നല്ല മധുരമായ വാക്കുകൾ കേൾക്കും. അപ്പൊ നിങ്ങൾക്ക് ഇതൊരു ആഘോഷമായി തോന്നും, രസകരമായി തോന്നും. പക്ഷേ നിങ്ങൾ ചിന്തിക്കേണ്ട രണ്ടാമത്തെ തലം ഇതൊരു രഹസ്യമാകുന്നു എന്ന്. നിങ്ങൾ രണ്ടുപേരുടെ ഇടയിൽ മൂന്നാമനാകുന്ന ക്രിസ്തുവ നിങ്ങളെ തമ്മിൽ ഇവിടെ സംയോജിപ്പിക്കുവാൻ, ഒന്നു ചേർക്കുവാൻ എത്തിയിരിക്കുക. അതാണ് നിങ്ങളിൽ ഉണ്ടാകേണ്ട ഏറ്റവും വലിയ സന്തോഷം എന്ന് പറയുന്നത്. അതുകൊണ്ടാണ് കത്തോലിക്ക സഭയിൽ വിവാഹമോചനം എന്നൊന്നില്ല എന്നൊക്കെ നമ്മൾ പറഞ്ഞു വയ്ക്കുന്ന യാഥാർത്ഥ്യം അത് തന്നെ. ഇത് നമുക്കറിയാം, ഈ ഒരു വിവാഹം എന്ന കൂദാശയുടെ രഹസ്യത്തിന്റെ പവിത്രത നഷ്ടപ്പെടുന്ന ഇടങ്ങളിലാണ് കുടുംബജീവിതത്തിന്റെ കലഹങ്ങളും വിവാഹമോചനത്തിലേക്കുള്ള സ്റ്റെപ്പുകളും ഒക്കെ ഇന്ന് നീങ്ങിക്കൊണ്ടിരിക്കുക. ആധുനിക കാലഘട്ടത്തിന് വലിയ അപജയങ്ങളൊന്നായി മാറുകയും വിവാഹത്തെ ഏറ്റവും ആദ്യ കാലഘട്ടങ്ങളിൽ അതൊരു രസത്തിന്റെ കാലഘട്ടമാകുന്നു. യാഥാർത്ഥ്യങ്ങളിലേക്ക് കടന്നു വരുമ്പോൾ ഇതിന്റെ രഹസ്യത്തെ ബ്രേക്ക് ചെയ്തുകൊണ്ട് എനിക്ക് എന്റെ വഴി, നിനക്ക് നിന്റെ വഴി എന്നുള്ള ചിന്തകളിലേക്ക് കടന്നു ചെല്ലുക. അതിനാൽ നിങ്ങൾ ഇരുവരും നിങ്ങളുടെ ചിന്തകളിൽ സൂക്ഷിക്കേണ്ടതും വിവാഹമെന്ന കൂദാശയുടെ രഹസ്യത്തിന്റെ മേന്മ ഇന്നു മുതൽ ജീവിതത്തിൽ പുലർത്തുക എന്നുള്ളത്. മൂന്നാമതായി, ഈ ഒരു ഹൗസ് മേക്കിങ്ങിന് വേണ്ടിയുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ഘടകം, അവിടെ ഒരു ബോണ്ടിങ് മെറ്റീരിയൽ എന്ന് പറയുന്നത് അത് പ്രാർത്ഥനയുടെ ജീവിതം. കർത്താവ് ഭവനം പണിയുന്നില്ലെങ്കിൽ മറ്റുള്ളവരുടെ അധ്വാനത്തിന്റെ ഫലം നിഷ്ഫലമാകുന്നു എന്ന് സങ്കീർത്തകൻ പറഞ്ഞു വെക്കുകയും. അപ്പൊ നിങ്ങൾ കുടുംബത്തിൽ പ്രാർത്ഥനയുടെ വലിയൊരു തുറവി നിങ്ങൾക്ക് ഇരുവർക്കും ഉണ്ടാകണം. പകലിന്റെ അധ്വാനത്തിന് ശേഷം തങ്ങളുടെ മുറികളിലേക്ക് കയറുമ്പോൾ കിടക്കുന്നതിന് മുൻപ് രണ്ടുപേരും കരങ്ങൾ ചേർത്ത് പിടിച്ച് ഒരു നന്മ നിറഞ്ഞ മറിയമേ പ്രാർത്ഥനയെങ്കിലും ചെല്ലാനുള്ള സന്മനസ് കാണിക്കണം. അതിനേക്കാളും അപ്പുറത്ത് കുടുംബ ജീവിതത്തിൽ ഒന്നു ചേർന്ന് കുടുംബ പ്രാർത്ഥനയുടെ മഹാത്മ്യത്തിലേക്ക് കടന്നു വരണം. ഏറ്റവും വലിയ പ്രാർത്ഥനയാകുന്ന വിശുദ്ധ ബലിയിലെ സജീവ പങ്കാളിത്തം നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടാകണം. ഒപ്പം വ്യക്തിപരമായ പ്രാർത്ഥനകൾക്കും സമയം കണ്ടെത്തുമ്പോൾ വിവാഹ ജീവിതത്തിന്റെ ഏറ്റവും മൂല്യങ്ങളിലേക്ക് കടന്നു വരുവാൻ നിങ്ങൾക്ക് സാധിക്കും. അങ്ങനെ കടന്നു വരുമ്പോഴാണ് ഇതിന്റെ മഹനീയത നമുക്ക് മറ്റുള്ളവർക്ക് നൽകാനായി സാധിക്കുക. ഈ പ്രാർത്ഥനയുടെ മനോഭാവം ഉണ്ടെങ്കിൽ മാത്രമാണ് ജിതിനെ നിനക്ക് രഞ്ജുമോളെ കിട്ടുന്നതും തിരിച്ചും നിങ്ങൾക്ക് ഈ ഭവനത്തിൽ, ഈ കുടുംബത്തിൽ, ഈ അൾത്താരയുടെ മുൻപിൽ വെച്ച നിങ്ങൾക്ക് നിങ്ങളുടെ ജീവിത പങ്കാളികളെ പൂർണ്ണമായി ലഭിക്കുക. നിങ്ങളുടെ ജീവിതത്തിൽ എന്തെങ്കിലും കുറവുണ്ടെങ്കിൽ നിങ്ങൾ ലഭിച്ച ഇടങ്ങളിലേക്ക് വരണം. അല്ലാണ്ട് അയൽവക്കത്തെ വീടുകളിലേക്കോ സ്വന്തം കുടുംബങ്ങളിലേക്കോ പോയി വേർതിരിക്കപ്പെടുന്ന ചിന്തകളിലേക്കല്ല നിങ്ങൾ ആദ്യം പോകേണ്ടത്. നിങ്ങൾ ചെന്നെത്തി നിൽക്കേണ്ടത് ഈ പരിശുദ്ധമായ അൾത്താരയുടെ മുമ്പിലാണ്. നിങ്ങളുടെ ഉള്ളിലെ മനോവിഷമങ്ങൾ ഏറ്റുപറയേണ്ടത് ഈ സക്രാരിയുടെ മുൻപിലാണ്. അവൻ നിങ്ങൾക്ക് മരുന്ന് നൽകും, ലേപനം നൽകും. അത് കുടുംബജീവിതത്തിന്റെ ഭദ്രതയെ മുന്നോട്ട് കൊണ്ടുപോകുവാൻ സഹായിക്കും. അതിനാൽ അധികം പറഞ്ഞ് ബോറടിപ്പിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല. അതിനാൽ ലെറ്റ് us make our house as a home. അതായിരിക്കും നിങ്ങളുടെ ഇന്നു മുതലുള്ള തീ. അതിനുവേണ്ടിയുള്ള ചെറിയ ചെറിയ നുറുങ്ങുകളാകണം വിധേയത്വവും സംരക്ഷണവും. അതോടൊപ്പം തന്നെ രഹസ്യമാകുന്ന കൂദാശയുടെ പരികർമ്മം ജീവിതത്തിലൂടെ നിങ്ങൾ നടത്തണം. പ്രാർത്ഥനയുടെ
ലേപനം നിങ്ങൾ പുരട്ടണം. അപ്പോൾ കുടുംബം തിരുകുടുംബത്തിൻ്റെ മാതൃകയായി തീരും. ഇനി ഇവിടെ കൂടിയിരിക്കുന്ന നിങ്ങളോട് ഒരു ചെറിയ കാര്യം കൂടി. ഇവർ കുടുംബജീവിതത്തിലേക്ക് ഇന്നു മുതൽ പ്രവേശിക്കുകയും ഇവിടെ ഇരിക്കുന്ന 80% പേര് വിവാഹ ജീവിതത്തിലൂടെ കടന്നു പോകുന്നവർ. നിങ്ങൾ നൽകേണ്ടത് നിങ്ങളുടെ ജീവിതത്തിൻ്റെ കുടുംബത്തിൻ്റെ മാതൃക ഇവർക്ക് നൽകുമ്പോഴാണ് ഇവർക്ക് നിങ്ങളെ നോക്കി കുടുംബജീവിതത്തിൻ്റെ വളർച്ചകളിലേക്ക് കാലുകൾ എടുത്തു വയ്ക്കാൻ സാധിക്കുകയുള്ളൂ. നിങ്ങൾ വിവിധങ്ങളായ വിലപിടിപ്പുള്ള സമ്മാനങ്ങൾ ഇവർക്ക് നൽകുന്നുണ്ടാകാം. പക്ഷേ അതിലുപരി നിങ്ങളുടെ കുടുംബജീവിതത്തിൻ്റെ മാതൃകയാകട്ടെ ഇവർക്ക് നൽകേണ്ട സമ്മാനം. ഇവരുടെ മാതാപിതാക്കന്മാരെയും സഹോദരങ്ങളെയും പ്രത്യേകം അഭിനന്ദിക്കുന്നു. ഒരു കുടുംബജീവിതത്തിലേക്ക് കൈപിടിച്ചുയർത്തിയതിന് ഈ ബലിവേദിയിൽ പരിശുദ്ധ കുർബാനയിൽ കൂദാശ പരികർമ്മ ചെയ്യുമ്പോൾ ഇവരെ നമുക്ക് സമർപ്പിച്ച് പ്രാർത്ഥിക്കാം. അങ്ങനെ മഹനീയമായ ഒരു കുടുംബം തിരുസഭയിൽ രൂപപ്പെടുത്തി നല്ല ദൈവം സമൃദ്ധമായി നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. ഇവിടെ കൂടിയിരിക്കുന്ന എല്ലാവരുടെയും പേരിൽ ഇരുവർക്കും വിവാഹ ജീവിതത്തിലേക്കുള്ള പ്രവേശനത്തിൻ്റെ എല്ലാ പ്രാർത്ഥനകളും സ്നേഹപൂർവ്വം നേരുന്നു. ദൈവം അനുഗ്രഹിക്കട്ടെ. ആമേൻ.